ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാർ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി സാമ്പത്തിക ശക്തിയുള്ള ആൾക്കാരുടെ ഒരു ദാക്ഷിണ്യത്തിന് കൊടുക്കുന്ന ഒരു കാര്യം മാത്രം ആയിരിക്കും. വെറുതെ ഒരാളും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതൊരു നിക്ഷേപമാണ്. ഒരു മുതലാളി ഒരു സാമ്പത്തികമായ പദ്ധതി ഉള്ള ഒരാൾ അവിടെ നിക്ഷേപിക്കുന്നത്, ആ നിക്ഷേപമായ കണക്ക് കൂട്ടുന്നത് വലിയ കാര്യം സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്നുള്ള തരത്തിലായിരിക്കും. ഈ 2500-3000 കോടി രൂപ ഇന്ത്യയിലെ ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കാനും പ്രതിഫലിപ്പിക്കാനും കഴിയുക? അത് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തത്തെ തന്നെ കാട്ടിത്തരികയാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിവേചനം കേരളത്തിലെ സർക്കാരിൻ്റെ മേൽ കനത്ത സാമ്പത്തിക ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ സമീപനം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇണ്ടന്തുരുത്തിമനയിലെ CK വിശ്വനാഥൻ സ്മാരക ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MD ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മികച്ച വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥനുള്ള ബോണി മാനുവൽ അവാർഡ് വൈക്കം MLA CK ആശ വിതരണം ചെയ്തു. ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെയെല്ലാം ഖനിച്ചുകൊണ്ട് കേന്ദ്ര ഭരണകൂടം ഒരു ചിറ്റമ്മ നയം നമ്മളുടെ ഭരണകൂടത്തിന് മേൽ ഏർപ്പെടുത്തുകയും സാമ്പത്തികമായ വളരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളിവിട്ട് അവർക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള വലിയ നിതാന്തമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 2024 ഏറ്റവും അവസാനത്തെ ദിവസത്തെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 2025 എന്നുള്ളത് വളരെ വലിയ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ആശങ്കകൾ ഇല്ലാതെയില്ല. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ്, പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VV ബിനു ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാ സാംസ്കാരിക മത്സര വിജയികൾക്കുള്ള ഉപഹാരം സന്തോഷ് കുമാർ MP നൽകി. KGOF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസീം പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ശില്പ ബാലേന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും എൽദോ മാർക്കോസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമരസമിതി കൺവീനർ N അനിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BS ഹരീഷ്, സംസ്ഥാന സെക്രട്ടറി KB ബിജുക്കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റെജിമോൾ തോമസ്, ഡോക്ടർ ഡെന്നീസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി KGOF ഗസൽ സാംസ്കാരിക വേദിയുടെ കലാപരിപാടികളും അരങ്ങേറി. ഭാരവാഹികളായി ഡോക്ടർ B അജയ്കുമാർ, ഡോക്ടർ മിനി ജോസഫ്, എൽദോ മാർക്കോസ്, മുഹമ്മദ് അൻസീം, അഖിൽ K രാജു, മനു കൃഷ്ണൻ, MV കണ്ണൻ, ആതിര ജോർജ്, ഡോക്ടർ സുസ്മിത ശശിധരൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. വിഷൻ ന്യൂസ് വൈക്കം.